97 ജയരാജ് സാറുടെ അസിസ്റ്റന്റ് ആയിട്ട് കളിയാട്ടം എന്ന സിനിമയിലൂടെയാണ് ചേച്ചി എത്തിയത്. ഇത് പലർക്കും അറിയുമെന്ന് പോലും അറിയത്തില്ല. കാരണം ചേച്ചിയുടെ മുഖം മഹേഷിന്റെ പ്രതികാരത്തിലെ ആ അമ്മ സൗമ്യയുടെ മമ്മി, ഈ ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയുന്നത്. ശരിക്കും ചേച്ചിയുടെ ഈ ഒരു സിനിമ ജേണി ഒരു സിനിമ പോലെ പറയുവാണെങ്കിൽ എങ്ങനെ പറയുക? സിനിമ പോലെ പറയുവാണെങ്കിൽ, ഞാൻ ചെറുപ്പം മുതലേ ഒരു മൂവി ബഫായിരുന്നു, വളരെ ചെറുപ്പത്തിലെ. എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ തുടക്കത്തിൽ ഞങ്ങളുടെ അവിടെ നിയർ ബൈ ഒരു ടോക്കീസ് ആണുള്ളത്. അവിടെ എൻ്റെ ഓർമ്മയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളൊക്കെയാണ് കേട്ടോ അന്ന്. പൊന്നാനി മാറഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മലപ്പുറം ജില്ലയിൽ. അപ്പോൾ തൊട്ടടുത്തൊരു ജിഷാർ ടോക്കീസ് ഉണ്ട്, അവിടെയായിരുന്നു ജീവിതം. പിന്നെ ഞാൻ പഠിക്കാനായിട്ട് എന്നെ ഒരു 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ്റെ നാട്ടിലേക്ക്, കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ വെക്കേഷൻ വരും, പക്ഷേ ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, അങ്ങനെ അപ്പോഴൊക്കെ തിയേറ്ററിലാണ് ലൈഫ്. അങ്ങനെ സിനിമകൾ കണ്ട് 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 തലക്കടിച്ചിട്ടുണ്ട്. അന്നേ എനിക്ക് സിനിമ ഭ്രാന്തുണ്ട്. പക്ഷെ അഭിനയത്തിലേക്ക് വരാൻ ഒരുപാട് വൈകി, വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹം പറയുമ്പോൾ അതിനെ തല്ലിക്കെടുത്തുന്ന അന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുക, ജോലിക്ക് പോലും വിടണം എന്നില്ല വീട്ടുകാർക്ക്, കല്യാണം കഴിപ്പിച്ചു വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരു സാധാരണ അച്ഛനും അമ്മയും തന്നെയായിരുന്നു എൻ്റെ. പിന്നെ മാറഞ്ചേരി പേരിൽ ഒരു സ്ഥലത്ത് 14-15 വയസ്സാകുമ്പോഴത്തേക്കും പിള്ളേർ കല്യാണം കഴിച്ചു പോകും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ എല്ലാം കല്യാണം കഴിഞ്ഞിട്ടും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മുസ്ലിംസ് ആയിരുന്നു. അതെ അതെ, ഞങ്ങൾ മാത്രമായിരുന്നു ഒരു ക്രിസ്ത്യൻസ് അവിടെ വന്ന് താമസിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ പക്ഷെ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ മാതിരി മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ഒന്നും അറിയില്ലല്ലോ. മതം എന്ന് പറയുന്നത് എന്താന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അവരുടെ കൂടെ കളിച്ചിങ്ങനെ വളർന്ന് ഭയങ്കര രസമുള്ളൊരു ബാല്യമായിരുന്നു എൻ്റെ. എനിക്ക് പ്രത്യേകിച്ച് ആ ഭാഷയുണ്ടല്ലോ, പൊന്നാനി ഭാഷ. എന്താണ്ട് ഇജ്ജി ഇങ്ങനെ ഇരിക്കണ്, എൻ്റെ അവിടെ നിന്ന് എന്തേന്, അങ്ങനെയൊക്കെ ചോദിക്കണ ഒരു മോന്തിയായി, പെരയിൽക്കാര വരുന്നു. അപ്പൊ ആ ഒരു സ്ലാങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും എനിക്കത് കേൾക്കുമ്പോൾ എന്ത് ഒരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എനിക്ക് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ അതിലേക്ക് വീഴും, തിരിച്ച് അങ്ങനെ തന്നെ സംസാരിക്കും ഞാൻ.